ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണാൻ പോകുന്നത് കോശിയ കരാട്ടെ ഇന്റർനാഷണൽ അപ്രൂവ്ഡ് ബൈ കരാട്ടെ ഇന്ത്യൻ ഓർഗനൈസേഷൻ നടത്തുന്ന ഇന്ത്യൻ ടെസ്റ്റ് ആൻഡ് കോമ്പറ്റീഷനാണ്. ഈ ടെസ്റ്റിലൂടെ കുട്ടികളുടെ ബെൽറ്റ് അപ്ഗ്രേഡ് ചെയ്യുകയും കോമ്പറ്റീഷനിലൂടെ പല ഡോജോകളുടെ കുട്ടികൾ പരസ്പരം മത്സരിച്ച് അതിൽ വിജയികളെ കണ്ടെത്തുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഡോജകളിൽ ഒരു ഡോജോ എൻ്റെതുമാണ്. അപ്പോൾ എൻ്റെ ഡോജകളുടെ കുട്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഇവിടെ നടക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇത് നമുക്ക് ഈ വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. രാവിലെ 8:30 ഈ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ക്രൈസ്റ്റ് കിങ് സ്കൂൾ കമുങ്ങാമോട് പാറശാലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീഡിയോ എടുക്കാൻ സഹായിച്ചത് തുടക്കം മൊത്തവും എൻ്റെ അനിയൻ്റെ കൂട്ടുകാരനാണ്. ഇന്നത്തെ വ്ളോഗ് ഞാൻ എടുക്കണ ഞാനാണ്. ഇന്ന് ടെസ്റ്റും പിന്നെ കോമ്പറ്റീഷനും ഉണ്ട്. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ പാറശാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ നിൽക്കുകയാണ്. സീനിയർ സെൻസ് ഇവിടെ ബെൽറ്റൊക്കെ കിട്ടി സെറ്റായിട്ടിരിക്കുന്നു. സംഭവം ഇപ്പം ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരുടെ പേര്, വെയിറ്റ് കാറ്റഗറി, ഏജ്, ഇങ്ങനെ ഇതൊക്കെ സംഭവം ആ ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരിമാനും ഡോജുമാണ് നമ്മളത്. ആണ് നേരത്തെ പറഞ്ഞല്ലോ, മെയിൻ സെൻസ്, അത് സബ് സെൻസ് അല്ല, രണ്ടാമത്തെ സെൻസ്. പുറത്തേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ ഡോജോ അരിമാന ഡോജയാണ്. സ്ഥലം ട്രിവാൻഡ്രത്തെ പൂവാർ എന്ന സ്ഥലത്താണ്. നെയ്യാറ്റിൻ്റെ അടുത്തായിട്ട് വരും. പൂവാർ എന്ന സ്ഥലത്ത് ആണ് ഈ അരിമാന ഉള്ളത്, ഡോജോനായിട്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുക്കാനുള്ള ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. അരിമാനു ഡോജോ ഫുൾ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ കുട്ടികൾക്ക് എക്സസൈസാണ് എടുക്കുന്നത്. അത് ഏകദേശം 1 മണിക്കൂർ നീണ്ടുപോകും. Now it's time to start the test. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കുട്ടികളുടെ ബെൽറ്റ് ഗ്രേഡ് അനുസരിച്ച് അവരെ കാറ്റഗറൈസ് ചെയ്തതിനു ശേഷം സീനിയർ സെൻസറുടെ കയ്യിൽ ഏൽപ്പിക്കും. അവരുടെ കയ്യിൽ ജൂനിയർ സെൻസായിമാരും കാണും. ഇവർ എത്രയും പേര് കൂടി ചേർന്ന് ഓരോ ബെൽറ്റിൻ്റെയും ടെസ്റ്റ് നടത്തും. അവരുടെ സിലബസ് കത്ത പിന്നെ കുംതെ, അതായത് ഫൈറ്റ് ഇവിടെ നടത്തിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെയും എൻ്റെ അനിയൻ്റെ റോൾ എന്നത് ഒരു എക്സാമിനറായി നിൽക്കുക എന്നാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള കോമ്പറ്റീഷനിൽ നമ്മൾ രണ്ടുപേരും ജഡ്ജായിട്ട് മാറും. അങ്ങനെ ആ ആദ്യ കടമ്പ കടന്നു ടെസ്റ്റ്. ഇതിലൂടെ കുട്ടികൾക്ക് അവരവരുടെ ബെൽറ്റ് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ഇനിയാണ് എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം വരാൻ പോകുന്നത്, കോമ്പറ്റീഷൻ. രണ്ട് സ്ഥലങ്ങളിൽ മത്സരം നടക്കുന്നുണ്ട്. ഓരോ ജഡ്ജിങ് പാനലിലും 5 പേര് ഇതാണുള്ളത്. കോമ്പറ്റീറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന രീതി അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ് നോക്കിയിട്ടാണ്. ഏജ് 5 വയസ്സ് ഗ്യാപ്പ് വരാൻ പാടില്ല. പിന്നെ വെയിറ്റ്, ഹൈറ്റ് ഏകദേശം സെയിം ആയിരിക്കും. മത്സര ഇനങ്ങളിൽ വരുന്നത് കത്ത, ഗ്രൂപ്പ് കത്ത ആൻഡ് കുമുത്തി, അതായത് ഫൈറ്റ് ആണ്. മഴ കാരണം ഇന്നത്തെ ദിവസം ആകപ്പാടെ ചളവായിട്ടുണ്ട്. മഴ, ഇടിവെട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ
പറ്റിയില്ല. ഇന്ന് പുറത്തുനിന്ന് വെള്ളമെല്ലാം കൂടെ അകത്ത് വരുന്നുണ്ട് സീന്. പിന്നെ സംഭവം പരിപാടി നടക്കും ഇവിടെ. ഭയങ്കര ഇവിടെ വെള്ളം സ്റ്റേജിനകത്ത് കയറി മൊത്തവും ഇതായിട്ടുണ്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല. ഒരു ഉടനെ തന്നെ അടുത്ത പരിപാടി തുടങ്ങും. ഇനി അടുത്തൊരു ഫൈറ്റ് സെക്ഷൻ ഉണ്ട്. ഇവിടെ നടക്കുന്ന ഒരു സെമി കോണ്ടന്റ് ഫൈറ്റ് ആണ്, ഫുൾ കോണ്ടന്റ് ഫൈറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഒരാളെ ഇടിച്ച് തറയിടണമെന്നോ വേദനിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. സെമി കോണ്ടന്റ് ഫൈറ്റിൽ ഒരാളെ തൊട്ടില്ല എന്ന രീതിയിൽ വേണം ഇടിക്കാനോ കിക്ക് ചെയ്യാനോ എന്തായാലും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് കിട്ടത്തില്ല, ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോയിന്റ് കിട്ടും. ഇതാണ് സെമി കോണ്ടന്റ് ഫൈറ്റ്. അപ്പോൾ ഇവിടെ ഒരാളെ മർദ്ദിക്കുകയോ അതായത് ഇടിക്കുകയോ ഫേസിലിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെ ഫൗള് വിളിക്കും. അല്ലാത്ത ആവശ്യം അത് പോയിന്റ് ആയിട്ട് വീഴുന്നതായിരിക്കും. മെയ് 12 ഈ ദിവസം തീരുകയാണ്. അടുത്ത് ഈ സമ്മാനദാനവും ബെൽറ്റ് വിതരണങ്ങളെല്ലാം മെയ് 26-ാം തീയതി സ്വാതി ഓഡിറ്റോറിയം പാറശാല വെച്ച് നടന്നു. പ്രൈസും കാര്യങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ബെൽറ്റും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചു വരുന്നുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് നേടിയ എല്ലാവരും അദ്ദേഹത്തിന് കൊടുത്ത ആദരവ് അത് കുട്ടികൾക്കെല്ലാം മനസ്സിലാക്കണം. ബ്ലാക്ക് ബെൽറ്റ് അഡോണിംഗ് സെറമണിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ മണ്ഡപത്തിൽ നമ്മളും രാത്രി 8:15 നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. അങ്ങനെ എല്ലാവർക്കെല്ലാം ബെൽറ്റ് കിട്ടി, കാര്യങ്ങളായി. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.